യെശയ്യാവ് 32:17. നീതിയുടെ പ്രവൃത്തി സമാധാനമായിരിക്കും, നീതിയുടെ ഫലവും എന്നേക്കും ശാന്തതയും ഉറപ്പും. എടാ തോമ, നിന്റെ തല ഈ നടുറോഡിൽ കിടന്ന് ഉരുളാൻ എന്റെ കൈ വേണ്ട. ശ്രീ ജോർജ് ആന്റണി 1949 നവംബർ 5 കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. 5ാം ക്ലാസ് മുതൽ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. പഠനശേഷം കുറച്ചുകാലം ഗൾഫ് ജീവിതം. അഭിനയത്തോടുള്ള അഗാധമായ ആസ്വാദനബോധം നിലനിർത്തിയ ജോർജ് ഗൾഫ് പ്രവാസകാലത്തും മലയാളി ക്ലബ്ബുകളിൽ അരങ്ങേറുന്ന നാടകങ്ങളിൽ സജീവമായി പങ്കെടുത്തു. 1993 വിനയൻ സംവിധാനം ചെയ്ത കന്യാകുമാരിയിൽ ഒരു കവിത എന്ന സിനിമയിലെ തിരുവട്ടാർ മണി എന്ന വില്ലൻ കഥാപാത്രം ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. ആ വർഷം പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചെങ്കോൽ, അതിൽ തോമസ് കീരിക്കാടൻ എന്ന ശക്തമായ വില്ലൻ കഥാപാത്രത്തിലൂടെയും അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകരെ ആകർഷിച്ചു. കളരിപ്പയറ്റിൻ്റെ മെയ്യഴക്കവും ആകാര സൗന്ദര്യത്തിൻ്റെ തലയെടുപ്പും ഗാംഭീര്യവും കൊണ്ട് സ്ഫടികം എന്ന സിനിമയിലെ ആടുതോമ എന്ന കരുത്തുറ്റ കഥാപാത്രത്തിനു മുന്നിൽ തുല്യം നിൽക്കുന്ന, നായകനെ വെറുപ്പിക്കുന്ന ശക്തനായ പ്രതിനായകനായ SI ജോർജ് കുറ്റിക്കാടൻ എന്ന വില്ലൻ പോലീസ് ഓഫീസറുടെ വേഷം മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ച ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. ചില നടന്മാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് ചെയ്യുന്ന കഥാപാത്രങ്ങളും സിനിമയും ജീവിതകാലം അത്രയും ഒപ്പം കൂടും. ലേലത്തിലെ കടയാടി ബീവി എന്ന കഥാപാത്രവും വലിയ പ്രശംസ നേടിത്തന്നതാണ്. അന്നൊക്കെ ആളുകൾക്ക് എൻ്റെ അടുത്ത് വരാൻ പേടിയായിരുന്നു, സ്ഫടികം ജോർജ് ഓർക്കുന്നു. സ്ഫടികത്തിനു ശേഷം മലയാള സിനിമയിലെ പ്രധാന വില്ലന്മാരിൽ ഒരാളായി മാറിയ സ്ഫടികം ജോർജ് മലയാളത്തിൽ ഇതുവരെ 120-ലധികം സിനിമകളിൽ അഭിനയിച്ചു. വില്ലൻ വേഷങ്ങൾക്കൊപ്പം തന്നെ കർക്കശക്കാരനായ പോലീസ് ഓഫീസറായും വേഷമിട്ട ജോർജ് 2007 റിലീസായ ഹലോ എന്ന സിനിമയിലെ വടക്കാഞ്ചേരി വക്കച്ചൻ എന്ന കഥാപാത്രത്തോടെ കോമഡി റോളുകളിലേക്ക് ചുവടുമാറി. എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ, വെടക്കു വക്കൻ എന്ന് പറഞ്ഞാൽ അറിയും. വില്ലനും കോമഡിയും മാത്രമല്ല, മികച്ച ക്യാരക്ടർ റോളിലും ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്വത്തോടെ ശ്രീ സ്ഫടികം ജോർജ് ചെയ്തു വരുന്നു. എന്താടാ എന്റെ വീടിന്റെ മുമ്പിൽ തുടങ്ങണമെങ്കിൽ എത്ര പൈസ വേണം? വേറെ എന്തിനാളിയാ തുടങ്ങുന്നത്? ഈ 3 സ്റ്റാർ നമ്മൾ 4 സ്റ്റാർ ആക്കിയില്ലേ? ശ്രീ ജോർജ് അഭിനയകലയിൽ തിളങ്ങുന്ന നടൻ എന്നതിനപ്പുറം ആത്മീയതയുടെ ഉപാസകനും കൂടിയാണ്. ക്രിസ്തുദേവന്റെ വചനങ്ങൾ വിശ്വാസികൾക്ക് പ്രഭാഷണം വഴി അവതരിപ്പിച്ച് അതിൻ്റെ ആത്മാർത്ഥമായ സാരാംശം ഉണർത്തുകയും ഭക്തിയുടെയും വിശുദ്ധിയുടെയും ആത്മതണലിൽ അവരെ നയിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ അദ്ദേഹം ആത്മീയ ജീവിതത്തിൻ്റെ ദിശയിൽ ഒരു പ്രഭാതരശ്മിയായി ശോഭിക്കുന്നു.